ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു സർവീസ് ഒരു കമ്പനി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ആലോചിക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അതിൻ്റെ മാർക്കറ്റിങ്ങിന് അല്ലെങ്കിൽ അതിൻ്റെ റീച്ചബിലിറ്റി, ഹൗ ടു റീച്ച് ദ കസ്റ്റമർ എന്നുള്ള കാര്യമാണ്. അതിനോടൊപ്പം തന്നെ അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിൽ നോക്കുന്നതാണ് നമ്മൾ അതിൻ്റെ ഡെലിവറി അല്ലെങ്കിൽ എക്സിക്യൂഷൻ എന്ന് പറയും. ആൻഡ് ദ ഫുൾഫിൽമെൻറ്റ്. ഒരു സ്ഥാപനത്തിന് അതിൻ്റെ റവന്യൂ വരുമ്പോഴത്തേക്കാണ് ആ സ്ഥാപനത്തിന് പ്രോഗ്രസ് ഉണ്ടാകുന്നത്. റവന്യൂവിൽ നിന്ന് പ്രോഫിറ്റബിലിറ്റി. ഇപ്പോൾ റവന്യൂ കൊണ്ടുവരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ സാധാരണയായിട്ട് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയും. പല സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളും അല്ലെങ്കിൽ പല കമ്പനികളും ലോഞ്ച് ചെയ്യുന്നത് ഈ ലോഞ്ച് ചെയ്യുന്ന സംരംഭകൻ്റെ ബുദ്ധിക്ക് അനുസരിച്ചുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രം അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ഇതായിരിക്കും അവർ കൂടുതലായിട്ടും ഉൾക്കൊണ്ട് അവർ വിന്യസിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഒരു സ്ഥാപനം ഒരു ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ചെയ്യുന്നതിനനുസരിച്ചിട്ട് തന്നെ അവർക്ക് ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എൻജിൻ ആ സ്ഥാപനത്തിനുണ്ടാകണം. ഇപ്പോൾ ഏത് രീതിയിലാണോ ഇത് വിന്യസിക്കേണ്ടത്, ഈ പ്രോഡക്റ്റ് വിന്യസിക്കേണ്ടത്, അതിന് ചേരുന്ന രീതിയിലുള്ള സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ ഉണ്ടാക്കണം. പലപ്പോഴും സംരംഭങ്ങൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, ലെറ്റ്സ് സേ നമ്മൾ 25 lakhs ഇൻവെസ്റ്റ് ചെയ്തു ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി. ചിലപ്പോൾ അതിന് 10 ഇരട്ടിയോ 20 ഇരട്ടിയോ കൂടുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഈ 25 lakhs നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുണ്ടാക്കിയ പ്രോഡക്റ്റ് മാർക്കറ്റിങ്ങിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അറിയേണ്ട കാര്യം, ഒരു സ്ഥാപനത്തിന് പ്രോഡക്റ്റോ സർവീസോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ റവന്യൂ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എൻജിൻ ഉണ്ടാകണം. അത് ഒരു പ്രൊഫഷണൽ തലത്തിൽ അതിനവിടെ സൃഷ്ടിക്കണം. അതിനുവേണ്ടിയുള്ള പ്രൊഫഷണൽസിനെ കൊണ്ടുവരണം. അതിന് വേണ്ടുന്ന അഡ്വൈസ് സ്വീകരിക്കണം. ഏത് രീതിയിലാണോ ഈ പ്രോഡക്റ്റ്, ഏത് തലത്തിൽ, അതായത് ഡയറക്റ്റ് ആയിട്ടാണോ ഇൻഡയറക്റ്റ് ആയിട്ടാണോ ഡിജിറ്റലായിട്ടാണോ എങ്ങനെയാണ് പ്രോഡക്റ്റ് മാർക്കറ്റിങ്ങിൽ എത്തിക്കുന്നത്, അതിനനുസരിച്ചുള്ള രീതിയിലുള്ള തന്ത്രങ്ങൾ, അതായത് സ്ട്രാറ്റജീസ് കണ്ടുപിടിക്കണം. ഇത് പലപ്പോഴും ഒരു സ്റ്റാർട്ടപ്പ് സംരംഭകന് മാത്രമായി ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. അപ്പോൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എൻജിൻ ഒരു സ്ഥാപനത്തിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം എന്നും കൂടി ഈ പ്രോഡക്റ്റ് സൊല്യൂഷൻ്റെ കൂടെ ആലോചിക്കുന്നത് വളരെ നല്ലതാണ്.